17 ഇപ്രകാരം പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ നാളെ ആവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് സമയമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അപ്പോൾ ആ ചെറിയ സമയത്ത് വചനം പഠിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും നമ്മൾ മുന്നോട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുമ്പോട്ടുള്ള ഇനിയുള്ള ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശാന്തിയിലും സമാധാനത്തിലും എല്ലാം നമ്മളെ സന്തോഷത്തിലും എല്ലാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അവിടുന്ന് നമ്മളോടും ചേർന്ന് നിൽക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നിങ്ങളുമായിട്ട് ഈ അങ്ങാടിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനവുമില്ല എന്ന് വചനം പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ നമുക്ക് കരുതലോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അങ്ങനെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പാപബോധവും പശ്ചാത്താപവും ഉള്ളവരായി ജീവിക്കാം. ദൈവത്തെ വിളിക്കാനും സ്തുതിക്കാനും ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് സമയം മാറ്റിവെക്കാം. അങ്ങനെ ദൈവീക കാര്യങ്ങൾക്ക് സമയം മാറ്റിവെക്കുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അവിടുന്ന് വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ചാൽ നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു തന്നുകൊള്ളും എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നമ്മൾ അവിടുത്തെ കരുണയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് കരുണയിൽ ആശ്രയം തേടാം. അങ്ങനെ ഞാൻ സങ്കീർത്തനം 34:4 ഇപ്രകാരം പറയുന്നു, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. നമുക്കും പ്രകാശത്തിൽ ജീവിക്കാം. കർത്താവ് ഇല്ലാത്ത അവസ്ഥയാണ് അന്ധകാരം. അപ്പോൾ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ എന്നും വഴിയും സത്യവും ജീവനുമായ അവിടുത്തെ കൈപിടിച്ച് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ നമുക്ക് പ്രാപ്തരാകാം. സ്നേഹമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത്